എവിടെ വിക്രം? കണ്ടില്ലല്ലോ. ഞാൻ വരുന്നില്ല. അപ്പോ ഭാവന, അങ്കിത? ഞാനിപ്പോ അങ്കിതയ്ക്ക് വേണ്ടി പൊയ്ക്കൊണ്ടിരിക്കുക. എന്ന് വെച്ചാൽ നിന്റെ കാമുകിയുടെ ജീവന് വിലയില്ല. അവളെ ആര് രക്ഷിക്കും? ദുര്യോധനന്റെ കൂടെ 100 കൗരവർ ഉണ്ടെങ്കിൽ ഈ അർജുനന്റെ കൂടെ ഒരു കൃഷ്ണനെങ്കിലും വേണ്ടേ? ഇതാരാടാ ഇവൾക്ക് വേണ്ടി ഒരു പുതിയ അവതാരം? എന്റെ വാളിങ്ങെടുക്കടാ. ക്ഷമിക്കണോണ, അണ്ണനാണെന്ന് അറിഞ്ഞില്ല. എന്നോട് പൊറുക്കണം. എടാ മണ്ട ശിരോമണികളെ, ഈ വന്ന് നിൽക്കുന്ന ആരാണെന്ന് അറിയുമോ? നിങ്ങൾക്കറിയാമോടാ? ഈ ബോസ്. ഈ നിഴൽ വീഴുന്നത് പോലും പുണ്യമാണോടോ? ഇടഞ്ഞാൽ ഇത് കൊലവമ്പനാ. അത് പറയുന്നതിൽ അഭിമാനം കൊള്ളുന്നവനാ ഞാൻ. അതുകൊണ്ട് നിന്നോടൊക്കെ ഞാൻ മര്യാദയ്ക്ക് പറയുക. ജീവൻ വേണേ എല്ലാരും പൊക്കോ, സൈലന്റായി തിരിച്ചു പൊക്കോ, ഇല്ലെങ്കിൽ എല്ലാവനെയും തീർക്കും. പോടാ പീറ ചെറുക്ക, ഞങ്ങൾക്ക് ഒരുത്തനെയും പേടിയില്ല. ചങ്കിന് ഉറപ്പുള്ളവരാടാ. നിന്റെയൊക്കെ കാര്യം തീർന്നടാ, തീർന്നു. അണ്ണാ ഞാൻ പോട്ടെ അണ്ണാ. ഡാ പോയി അടിയടാ.
എനിക്ക് കഷ്ടപ്പാടും ബുദ്ധിമുട്ടും അനുഭവിച്ചെന്ന് പറഞ്ഞല്ലോ. ഈ നശിച്ച സാമ്രാജ്യം ഉണ്ടാക്കുന്നതിന് പകരം പാവപ്പെട്ടവർക്ക് വേണ്ടി ഒരു സ്കൂളോ ഹോസ്പിറ്റലോ എന്തുകൊണ്ട് പണിയാൻ ശ്രമിച്ചാ നീ? സെന്റിമെന്റ്സിന്റെ പേരിൽ ഇത്രയും അക്രമങ്ങളും ദ്രോഹങ്ങളും ഒക്കെ നടത്തിയ നിനക്ക് യാതൊരു വിലയുമില്ല, മാപ്പുമില്ല. അങ്കിത, ഞാൻ പ്രോമിസ് ചെയ്ത പോലെ നിന്റെ അച്ഛനെയും അമ്മയും കൊന്ന രാക്ഷസന് നല്ല ശിക്ഷ കൊടുത്തിട്ടുണ്ട്. അങ്കിൾ, റൗഡികളെല്ലാം അടിച്ചു പരത്ത് പഞ്ചറാക്കി എന്നെ രക്ഷിച്ചു. അപ്പൊ ആന്റിയോ? ആന്റി അങ്കിളിന് കൃത്യസമയത്ത് എത്താൻ കഴിയാത്തതുകൊണ്ട് ആന്റി നമ്മളെയൊക്കെ വിട്ടുപോയി. എന്നോട് കള്ളം പറഞ്ഞല്ലേ ആന്റി? പ്രേമത്തിന്റെ ശക്തി വളരെ വലുതാണ് ഭാവന. മരിച്ചിട്ടും പ്രേതമായിട്ട് നീ ഞങ്ങളെ കാണാൻ വന്നില്ലേ? ഞാൻ ചത്തിട്ടില്ലടോ. പാവം, ഞാൻ നിന്നെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും നീ ജീവനോടെ ഇല്ലെന്ന്? എന്ത് ചെയ്യാം, നമ്മുടെ കല്യാണത്തിന് മാലയിടാന്ന് ഞാൻ വിചാരിച്ചിട്ട് നിന്റെ ഫോട്ടോയ്ക്ക് മാലയിടേണ്ട അവസ്ഥ വന്നല്ലോ. എന്തൊരു വിധിയായത്. ഞാൻ ഇനി ഏതെങ്കിലും സുന്ദരിയായ പെണ്ണിനെ കല്യാണം കഴിച്ചിട്ട് ഞങ്ങൾക്കുണ്ടാവുന്ന കുഞ്ഞിന് ഭാവി എന്ന് പേരിടും. ഭാവിയോ? ഭാവന, വിക്രം, എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? എന്നെ വിക്രം, ക്ലൈമാക്സിലെ വില്ലന്മാര് പോലും നന്നാവും, നീ ഒരിക്കലും നന്നാവില്ല. ലവർ പ്രശ്നത്തിൽപ്പെടുമ്പോ ജീപ്പ് എടുത്ത് ചുമരം തകർത്ത് വന്ന് രക്ഷപ്പെടുത്താതെ ചത്താ ചാവട്ടെന്ന് വിചാരിച്ച് വിട്ടില്ലേ? എന്നാ നോക്ക്, എന്നെ രക്ഷപ്പെടുത്താൻ ഒരു ചലഞ്ചിങ് സ്റ്റാർ തന്നെ വരേണ്ടി വന്നു. എന്നെ പറ്റി നിനക്ക് ഒരാശങ്കയില്ല. ഐ വോണ്ട് ടു കിൽ യു. അയ്യോ എന്റെ പൊന്നു മെന്റലേ, നിന്നെ പറ്റി എനിക്ക് ആശങ്കയില്ലെങ്കിൽ അദ്ദേഹം എങ്ങനെയാ അവിടെ എത്തിയത്? രണ്ടിടത്ത് ഒരേ സമയത്ത് എത്താൻ ഞാനെന്ന ദൈവമാണോ? അതുകൊണ്ടാ ഇതുപയോഗിച്ച് അദ്ദേഹത്തെ ഫോൺ ചെയ്തത്. നീയോ? നിങ്ങളില്ലായിരുന്നെങ്കിൽ എനിക്ക് എന്റെ പെണ്ണിനെ നഷ്ടപ്പെടുമായിരുന്നു. വിക്രം, ഞാൻ എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവും. താങ്ക് യു സർ. ഓക്കെ, ബൈ. I really regret to say this. ഡ്രഗ് മാഫിയ എന്ന് പറയുന്നത് ഒരു വലിയ വിഷമരമാണ്. നമ്മൾ അതിന്റെ ഒരു ശിഖരം മാത്രമാണ് അറുത്തിരിക്കുന്നത്. എന്നാൽ ഇതിനെ വേരോടെ അറുത്തറിയാൻ വേണ്ടി പോലീസിന് പബ്ലിക്കിന്റെ കോപ്പറേഷൻ ആവശ്യമാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മളൊക്കെ ഒറ്റക്കെട്ടായിരിക്കണമെന്ന്. നമ്മൾ ഒന്നിച്ചാൽ എന്തിനേയും തകർക്കാം. എന്നെയും ഡിപ്പാർട്ട്മെന്റിനെയും ഡയറക്റ്റായും ഇൻഡയറക്റ്റായും സപ്പോർട്ട് ചെയ്ത മീഡിയയ്ക്കും ഈ നാട്ടിലെ നല്ലവരായ ജനങ്ങൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി. പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ വിക്രം? നോക്കാം, നിന്റെ അച്ഛൻ ഏത് കേസാ തലയിൽ വെച്ചിരുന്നെന്ന്. ഇത്തവണ ഒരു കേസും കെട്ടിവെച്ചിരുന്നില്ല, എന്റെ മോളെ തന്നെ കെട്ടിച്ചാൽ. എന്താ സാർ ഒരുമാതിരി? എന്തെങ്കിലും ടഫായിട്ടുള്ള കേസ് തലയിൽ വെച്ച് തരുമെന്ന് കരുതിയപ്പോ ഈ മെന്റൽ കേസിനാണല്ലോ തരുന്നത്. ഹലോ, എനിക്ക് കുറച്ച് ബാക്കി വെക്കണേ. സാരമില്ല. So sweet. ഇതൊക്കെ എന്തിനാ? ഭർത്താവ് ദൈവമാണ്. ഈ കേസ് ഫയലെല്ലാം ഫൈനലാക്കിയിട്ടുണ്ട് സാർ. എന്താ ഇത്രയും ലേറ്റ് ആയത്? ഹലോ, ഹയർ ഓഫീസർ വന്നാ എഴുന്നേറ്റ് നിന്ന് സല്യൂട്ട് അടിക്കണം നിനക്ക് അറിയില്ലേ? അടിക്കണോ സല്യൂട്ട്?
ഇന്നലെ രാത്രി ഭർത്താവ് ദൈവമാണെന്ന് പറഞ്ഞ് കാലിൽ വീണിട്ട് ഇന്ന് എല്ലാവരുടെ മുന്നിൽ വെച്ച് സല്യൂട്ട് അടിപ്പിച്ചല്ലേ? നിനക്ക് ഞാൻ വച്ചിട്ടുണ്ടടി. വീട്ടിലേക്ക് വാ, പൊട്ടിക്കും ഞാൻ. ആ സാർ, പടക്കം പൊട്ടിക്കണം.